ദൈവത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 2025 വർഷം ഫെബ്രുവരി മാസം 10 തിങ്കളാഴ്ചയുടെ ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് അല്പസമയം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ലഘുവായ സന്ദേശവും 1-2 പാട്ടുകൾ പാടുവാൻ 1-2 വാക്യങ്ങൾ വായിക്കാനൊക്കെ ഞങ്ങൾക്ക് നൽകിയ സൗഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിച്ച് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആ ജീവനുള്ള ദൈവത്തെ അറിയുവാനും അറിഞ്ഞവർ ആ ദൈവത്തെക്കുറിച്ച് തൻ്റെതായ സത്യങ്ങൾ മറ്റുള്ളവരോട് അവർക്ക് ലഭിച്ച അറിവിൽ അത് പങ്ക് വെക്കുവാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് യേശു ആഗ്രഹിച്ച് തൻ്റെ നിയമങ്ങൾ നൽകിയത്, ശിഷ്യന്മാർക്ക് നൽകിയത്. അതും പ്രകാരം തന്നെ യേശുവിനെ അറിയാത്ത കാലത്ത് ഞങ്ങൾ ജീവിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ആ തക്ക സമയം വന്നപ്പോൾ ഞങ്ങൾക്കും യേശു ക്രിസ്തുവിനെ അറിയുവാനും യേശുവിൻ്റെ പ്രമാണങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കി അത് പ്രമാണിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ലഭിച്ച അല്പമായ ആ വെളിച്ചത്തിൽ ലഭിച്ച വെളിച്ചം മറ്റുള്ളവരോടും കൂടി ആ വെളിച്ചം അറിയിക്കാൻ വേണ്ടിയാണ്, പകരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സുവിശേഷ ഘോഷണങ്ങൾ, ലഘുവായ സുവിശേഷ ഘോഷങ്ങൾ അറിയിക്കുന്നത്. പലരും നിങ്ങളുടെ ഭവനങ്ങൾ വന്ന് ലഘുലികൾ തരാറുണ്ട്. ഞങ്ങളും ഇന്ന് അല്പം ചില ഭവനങ്ങൾ കയറി അത് കൊടുത്തു. കൺവെൻഷനുകൾ നടത്തുന്നതിലൊക്കെ ഉദ്ദേശം അതുകൊണ്ടാണ്. ദൈവത്തിന് ആ സത്യസുവിശേഷം, ആ വെളിച്ചം ദൈവത്തിന് കൽപ്പനയാകുന്നു. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് അത് മറ്റുള്ളവരോട് പറയുന്നത്. യേശുക്രിസ്തു സർവ്വശക്തനായ ദൈവത്തിന്റെ പുത്രനായ ഏകജാതന പുത്രൻ മനുഷ്യന്റെ പാപത്തിനു വേണ്ടിയും ശാപത്തിനു വേണ്ടിയും രോഗങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിൽ താനിറങ്ങി വന്നു, മനുഷ്യനായി പിറന്നു, മനുഷ്യനായി ജീവിച്ചു. ദൈവത്തിന് ആ സമയം വന്നപ്പോൾ പ്രവചനത്തിന്റെ നിവൃത്തിയായി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. പാപം ചെയ്തുകൊണ്ടല്ല, എന്നാൽ മനുഷ്യരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്, മനുഷ്യന്റെ ശാപങ്ങളെ വഹിച്ചുകൊണ്ട്, മനുഷ്യരുടെ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. അത് സർവശക്തനായ ദൈവത്തിന് ഹിതമായിരുന്നു. ആണ്ടുകൾക്ക് മുമ്പേ സർവശക്തനായ ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം തൻ്റെ ഭക്തന്മാരോട് വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ പുത്രനെ അയക്കും, അവൻ മനുഷ്യന് പാപത്തിനു വേണ്ടി ശാപത്തിനു വേണ്ടി മരിക്കും എന്ന് വ്യക്തമായി സർവശക്തനായ ദൈവം പറഞ്ഞ ആ കാര്യം തൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു അത് അനുസരിച്ചു. മനുഷ്യന്റെ പാപത്തിനു വേണ്ടി, മനുഷ്യനെ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി, മാനസികമായി ശാരീരികമായും ആത്മീയമായ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ആ സകല ശാപവും താൻ വഹിച്ചു. മരത്തിന്മേൽ തൂക്കപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്ന കാര്യം അത് യേശു നിവർത്തിച്ചു. എന്തിനു വേണ്ടി? നമുക്ക് ആ സ്വാതന്ത്ര്യം നൽകുവാൻ. മനുഷ്യന്റെ പാപം നിമിത്തം ആ നിസ്സാരമായ കാര്യം നമുക്ക് തോന്നിയാലും ആ പാപം അനുസരണക്കേടായിരുന്നു. മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് സകലവും നിനക്ക് അനുഭവിക്കാം, പക്ഷേ ആ തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അതായത് മനുഷ്യൻ ചെയ്ത ഏക പാപം. പക്ഷെ ആ പാപം നിമിത്തം ദൈവം കൽപ്പിച്ച സമയമുണ്ട്, അത് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും സുവിശേഷം അറിയിക്കപ്പെടുന്നത്. മനുഷ്യന്റെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു ക്രിസ്തു യാഗമായി തീർന്നത്. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവനായ യേശു ഈ ലോകത്തിൽ, പാപമുള്ള ലോകത്തിൽ ജീവിച്ചു, മരിച്ചു. എന്നാൽ പഴയ നിയമങ്ങളിൽ ദൈവം പറഞ്ഞ പോലെ 3-ാം നാൾ താൻ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം തന്റെ ശിഷ്യന്മാരോട് മറ്റ് 500ഓളം മനുഷ്യരോട് താൻ വെളിപ്പെട്ട് വന്നു. അവരെ ധൈര്യപ്പെടുത്തി, അവരെ ബലപ്പെടുത്തി. ഞാൻ പോകുന്നു, എന്നാൽ ഞാൻ പോയാൽ സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി കഴിഞ്ഞാലോ ഞാൻ വേഗത്തിൽ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. മനുഷ്യന് പാപം നിമിത്തം നഷ്ടപ്പെട്ട ആ ദൈവികമായ അനുഭവങ്ങൾ, സ്വർഗീയമായ അനുഭവങ്ങൾ മടക്കി തരാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടെന്നും സൗഖ്യമുണ്ടെന്നും ആശ്വാസമുണ്ടെന്നും ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് യേശു വ്യക്തമായി പറഞ്ഞത് തന്നിൽ വിശ്വസിച്ച്, തന്റെ മരണത്തിൽ വിശ്വസിച്ച്, തന്റെ യാഗത്തിൽ വിശ്വസിച്ച്
യേശു എനിക്ക് വേണ്ടി ഒരു ഭവനം സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട് എന്ന് വിശ്വാസം ജീവിക്കുന്ന ഏത് മനുഷ്യനെയും, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഏത് ആണായാലും പെണ്ണായാലും അതേ ബുദ്ധിയുള്ള സകലർക്കും തന്നെ വിശ്വസിക്കുന്ന ഏവർക്കുമാണ് ഈ രക്ഷ യേശു ക്രിസ്തു നൽകിയിരിക്കുന്നത്. ആ വിശ്വാസം വരാൻ വേണ്ടിയാണ് സുവിശേഷം അറിയിക്കുന്നത്. കാരണം മനുഷ്യൻ്റെതായ കൽപ്പനകൾ ഉണ്ടാക്കി മനുഷ്യ താല്പര്യങ്ങൾക്ക്, അതേ മനുഷ്യന്റെ ഭൗതികമായ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പലവിധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. അതുകൊണ്ട് ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു പറയുന്നു, സർവശക്തനായ ദൈവം പറഞ്ഞു, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു, ഞാൻ സകലവും പുതിയതാക്കുന്നു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്ന വചനം. സകലവും പുതുതാക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം, സകലവും പുതിയതാക്കി തീർക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. മനുഷ്യന്റെ ആ പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിന് അകന്നുപോയി, ദൈവ സ്നേഹത്തിന് അകന്നുപോയി. നിത്യമായ നാശത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കേണ്ടതിന് തന്റെ പുത്രനെ അയച്ചത് അത് ദൈവഹിതമായ ദൈവ സ്നേഹത്തെ അത് വെളിപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവം, പിതാവായ ദൈവം മനുഷ്യനോട് ഉള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയത് തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി, മനുഷ്യന്റെ പാപത്തിനു വേണ്ടിയും ശാപത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പിതാവായ ദൈവം പുത്രനെ നൽകി. രണ്ടാമത് ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു മനുഷ്യനെ വിടുതലും മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുവാൻ, മനുഷ്യനെ ഈ പാപത്തിന് കിട്ടുന്ന വിടുവിപ്പാൻ യേശു താൻ തന്നെ ജീവനെ നൽകി. ആ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവം ആത്മാവാകുന്നു എന്ന് യേശു വ്യക്തമായി പഠിപ്പിച്ചു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് അവനെ നമസ്കരിക്കേണ്ടത്. മാനുഷിക കൽപ്പനകളോ മാനുഷിക താല്പര്യങ്ങളോ ഭയം നിമിത്തമല്ല, ദൈവസ്നേഹത്തിനാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അതിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചാലേ നമുക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. ഒരു ഭയം നിമിത്തമല്ല, ഉപരിയായി യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഭയത്തെ യേശു അകറ്റി കൊടുക്കുന്നു. കാരണം യേശു സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ അതിന് വിപരീതമായിട്ടാണ് മനുഷ്യൻ കണ്ടുപിടുത്തമായ സ്നേഹമാണ് ദൈവം. സ്നേഹം ദൈവം ആവില്ല. കാരണം മനുഷ്യനെ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കില്ല. സ്വന്തം മാതാവിനെയും പിതാവിനെയും മക്കളെയും അയൽവാസിയോ കൂട്ടുകാരെ പോലും സ്നേഹിക്കാൻ പറ്റാത്ത മനുഷ്യന് ആ സ്നേഹത്തെ ദൈവമാകുന്നു ഒരിക്കലും നമുക്ക് പറയാൻ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. എന്നാൽ മനുഷ്യൻ അത് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഉപരിയായി ദൈവമാണ് സ്നേഹം. ദൈവം ആ സ്നേഹത്തെ കാണിച്ചത്, വെളിപ്പെടുത്തിയത് കാൽവരി ക്രൂശിൽ തന്റെ മകനെ ഏൽപ്പിച്ചുകൊണ്ട്. യേശു ക്രിസ്തുവും പിതാവായ ദൈവവും ആ സ്നേഹത്തെ വീണ്ടും വെളിപ്പെടുത്തിയത് അവരിൽ വ്യാപരിക്കുന്ന അവരിലുള്ള പരിശുദ്ധാത്മാവിനെ മനുഷ്യന് നൽകിക്കൊണ്ട്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് സന്തോഷം നൽകുന്നു, സമാധാനം നൽകുന്നു. നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ, നമ്മുടെ രോഗാവസ്ഥയിൽ, നമ്മുടെ സാമ്പത്തികമായ ഞെരുക്കത്തിലെല്ലാം ഈ സമാധാനം അനുഭവിപ്പാൻ നമുക്ക് നൽകുന്ന കൃപയോട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പൊ സകലവും പുതുതാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ബൈബിൾ പറയുന്നു, ഞാൻ ഒരു പുതിയ ആത്മാവിനെ നിങ്ങൾക്ക് നൽകും, ഞാൻ ഒരു പുതിയ മനുഷ്യനെ നിങ്ങളാക്കി തീർക്കും, സകലവും ഞാൻ പുതിയൊരു ഭവനം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കുന്നു. അങ്ങനെ സകലവും പുതുതായി തരുവാൻ ദൈവത്തിന് മാത്രം സാധിക്കുകയുള്ളൂ. ദൈവത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എന്നാൽ ആ ദൈവത്തിൽ ആ പുതുക്കങ്ങളെല്ലാം പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ മക്കളായി തീരണം. ദൈവത്തിന്റെ മക്കളായി തീരണം എന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെടണം. നാം നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്നുള്ള മാറ്റം, നാം ജീവിക്കുന്ന ജീവിത രീതിയിൽ നിന്ന് മാറ്റം, അതിനെയാണ് മാനസാന്തരം എന്ന് ബൈബിൾ വിളിക്കുന്നത്. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവത്തിന് ഹിതമാകുന്നു, ദൈവത്തിന് കൽപ്പനയാകുന്നു. അതാകുമ്പോൾ മാനസാന്തരപ്പെടുന്ന ഏത് വ്യക്തിയെയും അവരിൽ തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകരുകയും അവർ പുതിയ ഒരു മനുഷ്യനായി തീരുന്നു. രൂപവും ഭാവം കൊണ്ടല്ല, അവർ ആത്മാവിൽ, അവരാ സന്തോഷത്തിൽ, അവരെ പ്രയാസങ്ങളിൽ അവർക്കൊരു പുതുക്കം അവർ പ്രാപിക്കുകയാണ്. അത് നിമിത്തം ദൈവമക്കളായി തീരുന്നു. യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അധികാരം ദൈവം കൊടുത്തിരിക്കുകയാണ്. ആ സത്യസുവിശേഷം മറ്റുള്ളവർക്ക് അറിയിക്കുവാനും ആ സന്തോഷം ഒരാൾ മാത്രമല്ല,
അവരെ കുടുംബക്കാര്, ചാർച്ചക്കാര്, ദേശങ്ങളെല്ലാം അത് അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് കൽപ്പന. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഈ ദേശത്ത് വന്ന് ഞങ്ങൾ ഈ സത്യസുവിശേഷം അറിയിക്കുമ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ആയുസ് മനുഷ്യന് അധികമില്ലല്ലോ. യേശുവിന്റെ വരവ്, യേശു പറഞ്ഞു ഞാൻ വീണ്ടും വരും, ഞാൻ വീണ്ടും വന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഏവരെയും എന്നോട് കൂടെ ഞാൻ സ്വർഗത്തിലേക്ക് മടക്കി കൊണ്ടുപോകും. ആ ഒരു കൂട്ടത്തിലായിത്തീരാൻ വേണ്ടിയാണ് ഞങ്ങളുടെയും താല്പര്യവും ആഗ്രഹവും ഞങ്ങളുടെ വ്യഗ്രതയും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമല്ല, ഉപരിയായി യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ എന്ന വിശ്വാസം. യേശു പറഞ്ഞു എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, ഉപരിയായി എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനാണ് എൻ്റെ മകൻ, എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് എൻ്റെ ശിഷ്യൻ. ആ ഒരു ശിഷ്യത്വം അനുഭവിപ്പാനും ആ ഒരു പുത്രനും പുത്രിയുടെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ വരാൻ വേണ്ടിയാണ് ദൈവത്തിന് കൽപ്പനയും ആഗ്രഹവും. ഇത് നിർബന്ധത്താലല്ല, പണം കൊടുത്തിട്ട് മനുഷ്യനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ല, ഉപരിയായി മനുഷ്യൻ സ്വയമായി തൻ്റെ ഹൃദയപ്രകാരം, തൻ്റെ ഹൃദയത്തിന് ഇഷ്ടം, ഹൃദയപൂർവ്വം ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ മേൽ ഒരു നുകം വെച്ച് ആ നുകം നിമിത്തം അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തി മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടിയല്ല, ഉപരിയായി മനുഷ്യന് കൊടുത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തോടെ പൂർണ്ണ മനസ്സോടെ യേശു ക്രിസ്തു വിശ്വസിക്കാൻ വേണ്ടിയാണ് യേശു യാഗമായി തീർന്നത്, അല്ലെങ്കിൽ മരിച്ചത്. ആ മരണ നിമിത്തം നമുക്ക് നൽകുന്നത് സ്വർഗരാജ്യം. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യമുണ്ട് നിശ്ചയം, ഒരു നരകമുണ്ട് നിശ്ചയം, നിത്യതയുണ്ട് നിശ്ചയം. നമ്മൾ ഈ ലോകത്തിലെ വാസം കഴിഞ്ഞാൽ വേറൊരു ലോകത്തില്, അതായത് സ്വർഗീയ ലോകത്തിലാണ് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. ആ സ്വർഗീയ ലോകത്തിലെ ഒരു അംശമായി തീരുവാൻ, ഒരു ഭാഗമായി തീരുവാൻ ദൈവത്തിന്റെ മക്കളായി തീർന്നാലേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് മുമ്പേ വചനം സംസാരിച്ച കർത്തദാസി പറഞ്ഞ പോലെ യേശു ക്രിസ്തു വിശ്വസിപ്പാനും യേശു ക്രിസ്തു കൂടുതൽ അറിയുവാനും ഈ ഒരു പകൽ നമുക്ക് ലഭിച്ചത്. ഇനി നമുക്ക് ആയുസ് എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതേ, ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. മാത്രമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പണ്ടൊന്നും കേൾക്കാത്ത ഒരു അനുഭവങ്ങളാണ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. നിസ്സാര കാര്യം, പ്രേമനൈരാശ്യം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒരു മാർക്ക് കുറഞ്ഞ നിമിത്തമായി അവർ ഹൃദയം തകർന്നവർ ആത്മഹത്യ ചെയ്യുന്നു. അപ്പനും അമ്മയുടെയും സ്നേഹം ലഭിക്കാത്ത നിമിത്തമായി കള്ളുടിയും മറ്റുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും അതിൽ രസിക്കുന്ന അതേ കുടുംബങ്ങൾ, വ്യക്തി ജീവിതങ്ങൾ, കഞ്ചാവിനും മയക്കുമരുന്നും അടിമപ്പെട്ട യുവജനങ്ങളിൽ, ഇതെല്ലാം നിമിത്തം മനുഷ്യൻ ഭാരപ്പെടുകയാണ്, കുടുംബങ്ങൾ ഭാരപ്പെടുന്നു, കുഞ്ഞുങ്ങൾ വേദനിക്കുകയാണ്. അവർ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോകം. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ സത്യ സുവിശേഷമാണ് മനുഷ്യന് മോചനവും സമാധാനവും ആശ്വാസവും സൗഖ്യം നൽകുന്നത്. ഹൃദയത്തിന് സൗഖ്യം, ആത്മാവിന് സൗഖ്യം, ദേഹത്തിന് അല്ലെങ്കിൽ ശരീരത്തിന് സൗഖ്യം, ഇതെല്ലാം നൽകുവാൻ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രം സാധിക്കുള്ളൂ. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ അത് സാവകാശം ലഭിച്ചുകൊണ്ട്, കൃപ ലഭിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഉച്ച സമയത്ത് ഞങ്ങൾ നിങ്ങളോട് ഈ സുവിശേഷം അറിയിക്കുന്നത്. ഇതൊന്നും അറിയാതെ ഞങ്ങൾ ജീവിച്ച കാലം ഉണ്ടായിരുന്നാൽ ആ കാലങ്ങൾ മാറ്റിക്കൊണ്ട് ദൈവം ഞങ്ങളിൽ ഒരു പുതുക്കം നൽകിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആ ഹിന്ദി പാട്ട് സഹോദരി പാടി, ഹിന്ദി പാട്ടിൽ പറയുന്നത് അത് ഈ സ്നേഹത്തെ ഞാൻ അറിഞ്ഞല്ലോ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഭരിച്ച സ്നേഹം ഞാൻ അറിഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ ഹിന്ദിയിൽ അത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, അതേ ലോകത്തിലെ എമ്പാടുള്ള ജനങ്ങള് ഈ ദൈവത്തെ അറിയുവാൻ, ഈ യേശുവിന്റെ ക്രിസ്തുവിന്റെ ആ മരണത്തെ അറിയുവാനും യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ അറിഞ്ഞ് യേശുവിനെ പിൻപറ്റുവാൻ വേണ്ടിയാണ് സുവിശേഷം അറിയിക്കുന്നത്. ഇന്നതാണ് ഈ ഉച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞ വചനങ്ങള്, ഇവിടെ വായിച്ച വചനങ്ങള്, ഇവിടെ പാടിയ പാട്ടുകള്, ഞങ്ങൾ പങ്കുവെച്ച ലഘു സന്ദേശങ്ങളെല്ലാം ഇവിടെയുള്ള ദേശനിവാസികൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, യൗവനക്കാർക്ക്, സഹോദരി സഹോദരന്മാർക്ക്, അതേ പ്രായമായ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ, ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക്, കുടുംബങ്ങൾക്ക്, കടക്കാരും വ്യാപാരികളും കുടുംബങ്ങൾക്കും, ഓരോ സ്ഥാപനങ്ങളിലുള്ള ജീവിതങ്ങൾക്ക് സകലർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ, സൗഖ്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സമയങ്ങൾ ഇനി നമുക്ക് ഏറെ ഇല്ല.
നാളത്തേക്ക് നീട്ടിവെക്കുവാൻ നമുക്ക് ആയുസ് എത്രത്തോളം ഉണ്ടാകും നമുക്കറിയില്ല. ആപത്തും അനർത്ഥങ്ങളും വർദ്ധിച്ചു വരികയാണ് ഈ ലോകത്തില്. നമ്മൾ ഈ കൊച്ചു കേരളത്തില് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു. രാവിലെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ മടങ്ങി വരുമെന്ന് ആർക്കും അറിയില്ല, ഉറപ്പില്ലാത്തൊരു ലോകത്തിൽ യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഞാൻ മടങ്ങി വരും. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ വിശ്വസിക്കുന്ന ഏവരെയും കൊണ്ടുപോകുവാൻ യേശു ക്രിസ്തു വേഗം വരുന്നു. ആ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ അതേ തന്റെ പരിശുദ്ധാത്മാവിനെ താൻ നൽകിയിട്ടുണ്ട്. തന്നെ വിശ്വസിക്കുന്ന ഏവനും മാത്രമേ ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ച് യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ പോകുവാൻ സാധിക്കുള്ളൂ. ഒരു ലേബൽ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ പണം ഉള്ളതുകൊണ്ടോ കഴിവുള്ളതുകൊണ്ടോ ശരീരശക്തി ഉള്ളതുകൊണ്ട് അത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. കാരണം മൂക്കിലെ ശ്വാസം നൽകുന്നത് സർവശക്തനായ ദൈവമാകുന്നു. അത് ഫ്രീ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ആരും അതിന് പണം കൊടുക്കുന്നത്. എന്നാൽ പണം കൊടുക്കുന്ന അവസ്ഥയുണ്ട്. നാം ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഓരോ ഓക്സിജൻ സിലിണ്ടറിന് നാം പണം കൊടുക്കണം. അതിനു മുമ്പേ സ്തോത്രം ദൈവത്തെ അത് അറിഞ്ഞ്, സർവശക്തനായ ദൈവത്തിന്റെ ആ സ്നേഹത്തെ അറിഞ്ഞ്, യേശു ക്രിസ്തുവിന്റെ മഹാത്യാഗത്തെ അറിഞ്ഞ് സ്വീകരിച്ച് വിശ്വസിച്ച് യേശു ക്രിസ്തുവിന്റെ അതേ കൈകൾ നിങ്ങൾ തന്നെ സമർപ്പിച്ച് ജീവിപ്പാൻ തുടർന്ന നാളുകൾ സർവശക്തനായ ദൈവം ഈ ദേശനിവാസികളോട് കരുണയും കൃപയും കാണിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ലഘു സന്ദേശങ്ങൾ നിർത്തി കടന്നുപോകാൻ ആഗ്രഹിക്കുന്നു. രാജാവും കർത്താവുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2025 വർഷം ഫെബ്രുവരി മാസം 10-ാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾക്ക് ദാനമായി നൽകിയ കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളും നാളുകളെല്ലാം ഞങ്ങളെല്ലാം അങ്ങ് ഉള്ളെങ്കിൽ വഹിച്ചല്ലോ അങ്ങനെ നിത്യസ്നേഹത്തെ അറിയുവാൻ, ആ നിത്യസ്നേഹത്തെ ഘോഷിക്കുവാൻ ഇന്ന് പകലും ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം. ഇത് കേട്ട എല്ലാ ജീവിതങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, യവനക്കാരെ, സഹോദരന്മാരെ, വാട്ടിലാക്കുന്ന മാതാപിതാക്കളെ, സകല ജീവിതങ്ങളും ഇവിടെ ഉള്ളവരെ ഞങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ആത്മീയമായ, ഭൗതികമായ, സാമ്പത്തികമായ, ശാരീരികമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നശിപ്പാൻ ഇടവരുത്തലേ. സർവശക്തനായ ദൈവം പിതാവായ ദൈവത്തിന് ആഗ്രഹമാണല്ലോ ആരും നശിച്ചുപോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും കൽപ്പിക്കുകയും ചെയ്ത ആ ഇച്ഛയ്ക്കൊത്തവണ്ണം, ആ കൽപ്പനയ്ക്കൊത്തവണ്ണം ഇനി ഉച്ചയുടെ സമയത്ത് ഞങ്ങൾക്ക് അല്പമായി ഈ സുവിശേഷം അറിയിപ്പാൻ, ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുവാൻ, പാട്ടുകൾ പാടുവാൻ നൽകിയ സാവകാശനായ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ ദേശനിവാസികളുടെ വലിയൊരു കൂട്ടം ജനം യേശുവിനെ അറിഞ്ഞ്, യേശുവിൽ വിശ്വസിച്ച്, യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പിൻപറ്റുവാൻ അനേകരെ വിളിച്ച് വേർതിരിക്കുന്ന നാളുകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മാനസാന്തരപ്പെടണം, യേശു ക്രിസ്തു നാമത്തില് അതേ മുങ്ങി സ്നാനപ്പെടണം. എന്നാൽ ദൈവം നൽകിയ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. അത് വേർപെടണം. എന്തൊക്കെ ദൈവിക കൽപ്പനകൾ അനുസരിപ്പാൻ ഈ ദേശനിവാസികളോട് അങ്ങ് കരുണ കാണിക്കാൻ പോകുന്ന ദിവസങ്ങൾക്കായി, നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗത്തിലായിരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ അനേകരുടെ പേരുകൾ എഴുതപ്പെടുന്ന നാടുകൾക്കായി സ്തോത്രം ചെയ്യണം. ഞങ്ങളുടെ ഈ ദേശത്തെ രാജ്യത്ത് ഒരു ആധാർ കാർഡ് ഉള്ളതുപോലെ, പാൻ കാർഡ് ഉള്ളതുപോലെ, അത് റേഷൻ കാർഡ് ഉള്ളതുപോലെ സ്വർഗത്തില് അത് ദൈവത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ജീവന്റെ പുസ്തകം. അതിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിക്കളയുമെന്ന് എന്ന് ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. അത് സത്യമാകുന്നു. എന്നാൽ അത് ഒരു ഭയപ്പെടൽ നിമിത്തമല്ല, ഒരു ഭയം നിമിത്തമല്ല, ഉപരിയായി ദൈവ സ്നേഹത്തോടെ ഭയത്തെ അതേ സ്വത്ത് അനുഭവിച്ച് സർവശക്തനായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും അത് രക്ഷിതാവായി സ്വീകരിച്ച് ആ ദൈവത്തെ പിൻപറ്റുവാൻ, ആത്മാവിലും സത്യനും ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ അനേക കുടുംബങ്ങളിൽ യേശു ക്രിസ്തു അങ്ങ് അനേകരുടെ കൃപ ചൊല്ലണമേ നമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചതായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ആലോചനയും ഞങ്ങളുടെ മേലും ഇവിടെ വചനം ഘോഷിച്ചവരുടെ മേലും അല്ലെങ്കിൽ ദേശനിവാസികളുടെ മേലും ഇനി ഉച്ചകഴിഞ്ഞ സമയം മുതൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇന്ന് പകൽ യേശു ക്രിസ്തു നിമിത്തം നമുക്ക് ജയം തന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.